ഗുരുവായൂർ അമ്പലത്തിൻ്റെ മഹത്വം പിന്നെയും ലോകം മുഴുവൻ അറിഞ്ഞത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് കേരളത്തിൽ മാത്രമല്ല ഭാരതഭൂമി മുഴുവൻ അറിഞ്ഞത്, സനാതന ധർമ്മം ഉള്ളിടത്തൊക്കെ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പരീക്ഷത്തിൻ്റെ ഒരു ശാപമുണ്ടായിരുന്നു. പരീക്ഷത്ത് ഒരു മഹാമുനിയുടെ ചെന്ന് ജലം ചോദിച്ചപ്പോൾ അദ്ദേഹം ധ്യാനത്തിലിരിക്കുമായിരുന്നു. അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. അതിനൊരു ചത്തപാമ്പിൻ്റെ അടുത്ത് അയാൾ കഴുത്തിലിട്ടിട്ട് പോയി. അപ്പോൾ മാമുനി എണീറ്റപ്പോൾ ചത്തപാമ്പിനെ കണ്ടപ്പോൾ ഇത് ആരിട്ടതാണെങ്കിലും അവനെ ഇന്നേക്ക് 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പായി തക്ഷകൻ കടിച്ചു കൊല്ലട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ട പരീക്ഷിത്ത് ഭയന്ന് 7 നിലയിലുള്ള ഒരു കൊട്ടാരം ഉണ്ടാക്കി കടലിന് നടുക്ക് സുഖത്തിലിരുന്നു, ഒരുപാട് കാവൽക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ട്. പക്ഷേ തക്ഷകൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം, അവരെല്ലാം ബ്രാഹ്മണ വേഷം കൊണ്ട് കുറേ പഴങ്ങളുമായിട്ട് പോയി. ആ പഴത്തിനുള്ളിൽ പുഴുവായിട്ട് തക്ഷകൻ കയറിയിരുന്നു. അപ്പോൾ 7-ാം ദിവസം സായന്തനം, അസ്തമയമായിട്ടില്ല. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ പരീക്ഷത്തിന് സപ്താഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ 7-ാം ദിവസം വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവരവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഇപ്പോൾ അസ്തമിക്കാറായില്ലേ, അവരെ കടത്തി വിട്ടോളാൻ പറയാം. അവർ വരും. അപ്പോൾ ഇത് ഒരു പഴം മുറിച്ചപ്പോൾ അതിനുള്ളിൽ ഈ ഒരു പുഴുവിനെ കാണും. കണ്ടാ, എന്നെ ഇതുവരെ ആരും കൊന്നില്ല എന്ന് പുഴുവിനെടുത്ത് മേത്ത് വയ്ക്കും. തക്ഷകൻ പൂർണ്ണരൂപം പ്രാപിച്ച് ദർശനം നടത്തി കൊല്ലുന്നു, തർപ്പണം. അപ്പോൾ തൻ്റെ പിതാവിനെ കൊന്ന സർപ്പ കുലത്തെ മുടിക്കുമെന്ന് പറഞ്ഞിട്ട് പരീക്ഷത്തിൻ്റെ മകൻ ജന്മേജയൻ സർപ്പയാഗം നടത്തും. സർപ്പയാഗത്തിൽ സർവ സർപ്പങ്ങളെയും ആവാഹിച്ച് ഹോമിക്കും. അങ്ങനെ തക്ഷകനെയും ആവാഹിച്ച് മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ തക്ഷകൻ പറയും, ഞാൻ ചെയ്തത് എന്നിൽ നിക്ഷിപ്തമായ കർമ്മമാണ്, ഞാനായിട്ട് പോയി ചെയ്തതല്ല, എന്നിൽ നിക്ഷിപ്തമായ കർമ്മമാണ് ഞാൻ ചെയ്തത്. പക്ഷേ ജനമേജയൻ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കൊല്ലാൻ പോയപ്പോൾ തക്ഷകൻ അദ്ദേഹത്തെ ശപിച്ചു, നീ കുഷ്ഠരോഗിയായി പോകട്ടെ എന്ന്. അങ്ങനെ ജനമേജയൻ ഒരു കുഷ്ഠരോഗിയായി മാറി. ദേവതകളുടെ സംയോജിതമായ ഇടപെടൽ കാരണം തക്ഷകനെ അവിടെ ഹോമിക്കപ്പെട്ടില്ല, തക്ഷകൻ രക്ഷപ്പെട്ടു. ഈ കുഷ്ഠരോഗം വന്ന് കാലങ്ങളോളം ദുരിതം അനുഭവിച്ച ജനമേജയന് കൊട്ടാരത്തിലെത്തിയ ഒരു മാമുനി പരശുരാമ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ഗുരുവും വായും ചേർന്ന് പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രം. അവിടെ പോയി അങ്ങ് ഭജനം ഇരിക്കും, അങ്ങയുടെ അസ്വസ്ഥതകളെല്ലാം മാറും, അദ്ദേഹം പൂർണ്ണ ആരോഗ്യമായി വരാൻ പറ്റും എന്ന് പറഞ്ഞ് അവരങ്ങനെ ഗുരുവായൂർ വന്ന് ഭജന ഇരിക്കുകയാണ്. അങ്ങനെ ഏറെ നാൾ ഭജന വരുന്ന ശേഷം ധനമേജയൻ ഒരു രാത്രിയിൽ തൻ്റെ അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനായി കാണപ്പെട്ടു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചു. അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രാധാന്യം. എന്ത് കാര്യത്തിനും ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ വിളി കേട്ടിരിക്കും. പക്ഷേ നമ്മളുടെ ആവശ്യത്തിന് മാത്രമായി വിളിക്കരുത്. ഗുരുവായൂരപ്പനെ എന്നും ശ്വാസനിശ്വാസം പോലെ പറ്റിയില്ലെങ്കിലും ഒരിക്കൽ ഒരു ദിനമെങ്കിലും ഗുരുവായൂരപ്പനെ വിളിക്കണം. അപ്പോൾ ചതുർബാഹുവായ ആ മഹാവിഷ്ണു ചൈതന്യം വിളയാടുന്ന ആ ഭൂമിയിൽ കാലുകുത്താൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണ്. അവിടേക്കാണ് പൂന്താനം തൻ്റെ ഈ ദുരന്തമുഖത്ത് തളരാതെ ആശ്രയസ്ഥാനമായി കണ്ടവിടെ എത്തിയത്. അദ്ദേഹം അവിടെ ഭജനം ഇരുന്നു. അവിടെ നിവേദ്യച്ചോറ് കിട്ടും ദിവസം. നിവേദ്യച്ചോറും ഭക്ഷിച്ച് അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ച് നടത്തിയിരുന്ന സമയത്ത്